അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. എവിടെയാണ് പടച്ചവനെ നമുക്ക് തെറ്റുപറ്റിയത്? നമ്മൾ മാതാപിതാക്കൾ എവിടെയാണ് പിഴച്ചുപോയത്? എവിടെയാണ് നമ്മുടെ അധ്യാപകർ പരാജയപ്പെട്ടത്? എല്ലാവരെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു പൊന്നുമോൻ. മുത്തഅല്ലിമാണ്. ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല. ഒരുപാട് കരഞ്ഞുപോയി സങ്കടം കൊണ്ട്. എങ്ങനെ തോന്നിയടാ പൊന്നുമോനെ നിനക്കിത് ചെയ്യാൻ? എന്ത് പ്രയാസമാണ് മോനെ നിൻ്റെ ഈ മനസ്സിൽ കുടികൂടിയത്? പൊന്നുമക്കളെ, ഇത്ര സങ്കീർണമാണോ നിങ്ങളുടെ ഉള്ളങ്ങൾ? ഇത്രമേൽ ആയമുണ്ടോ നിങ്ങളുടെ ഈ കുഞ്ഞു കടലിന്? ഞങ്ങൾ എവിടെയാണ് മക്കളെ നിങ്ങളെ മനസ്സിലാക്കാതെ പോയത്? സ്വയം ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. സ്വയം ജീവനൊടുക്കി മാതാപിതാക്കളെ ചതിക്കല്ലേ മക്കളെ. എവിടെയാണ് നിങ്ങളെ മനസ്സിലാക്കാതെ പോയത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. നിങ്ങൾ എവിടെയാണ് ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചത്? നിങ്ങളുടെ സങ്കടവും വിഷമങ്ങളും പ്രയാസങ്ങളും എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത്? തുറന്നു പറയണമായിരുന്നു മാതാപിതാക്കളോട്, അല്ലെങ്കിൽ സഹപ്രവർത്തകരോട്, അധ്യാപകരോട്. മണ്ണാർക്കാട് മലയടിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ മസ്ജിദിനോട് ചേർന്ന ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു മോനെ. മണലടി സ്വദേശിയായ റിയാസിൻ്റെ മകൻ റിസ്വാനാണ് ഇതുപോലെ മരണപ്പെട്ടത്. 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. CHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ് റിസ്വാൻ. മണലടി മസ്ജിദിനോടനുബന്ധിച്ചുള്ള മതപഠനശാലയിലും ഈ ഒരു പൊന്നുമോന് പഠിക്കുന്നുണ്ട്. മുത്തഅല്ലിമാണ്. സ്കൂള് വിട്ട് മതപഠനശാലയിലേക്ക് എത്തിയ റിസ്വാനെ പിന്നീട് കാണാതാവുകയാണ്. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മസ്ജിദിനോട് ചേർന്ന ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. ഈ മരണത്തെക്കുറിച്ച് പല ആളുകളും പലതും പറയുന്നുണ്ട്. സ്കൂൾ ബെൽറ്റിൻ്റെ അറ്റം കഴുത്തിൽ കുരുക്കിയാണത്രേ ഈ പൊന്നുമോന് സ്വയം ജീവനൊടുക്കിയതെന്ന് പറയുന്നത് കേൾക്കുന്നത് സത്യമാണോ എന്നറിയില്ല. ശരിക്കും ഒന്നും വ്യക്തമല്ല. ഓൻ പോയി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതുപോലത്തെ മരണങ്ങൾ കണ്ട് മറ്റുള്ള മക്കൾ മരണം എന്നുള്ളത് സുഖകരമാണെന്ന് കരുതുന്നുണ്ടാകും. മക്കളെ, ജീവിക്കണം, ജീവിച്ച് മരിക്കണം. എന്താണ് നിങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ പോയത്? എന്താണ് പ്രയാസം? ഒന്ന് പറഞ്ഞാൽ തീരുന്ന പ്രയാസമല്ലേ ഉള്ളൂ മക്കളെ. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രയാസം നിനക്ക് തീർത്ത് തന്നേനെ. മക്കളെ, നിങ്ങളിത് കേൾക്കണം. എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ മറ്റൊരാളുമായി നമ്മൾ ഷെയർ ചെയ്യുക. നമുക്കടുത്ത നമ്മളോട് ഇഷ്ടമുള്ള ആരോടെങ്കിലും നമ്മളത് പറയുക. ഈ കുഞ്ഞു മനസ്സിൽ എന്താണ് വിഷമമെന്ന് നമുക്കറിയില്ല. പടച്ച റബ്ബേ, നല്ലൊരു പൊന്നുമോനാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. കാരുണ്യക്കടലായ റബ്ബേ, ആ പൊന്നുമോന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. പ്രായത്തിൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ തോന്നിപ്പോയതായിരിക്കും റബ്ബേ, നീ ക്ഷമിച്ചു കൊടുക്കണേ റബ്ബേ. കാരുണ്യവനായ റബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. എന്തെന്നായാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മോനിക്ക് ചെയ്യാനുള്ളത് ദുആ മാത്രമാണ്. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയും, നമ്മുടെ മക്കളുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. 5 നേരവും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ മക്കൾക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതവും നമ്മുടെ ദുആയും. മക്കൾക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. അവരെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരെ വളർത്തേണ്ടത്. അവരുടെ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഒരു സുഹൃത്തിനെ പോലെ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. ആ പൊന്നുമോൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ല, പടച്ച റബ്ബിന് മാത്രമേ അറിയൂ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ആ പൊന്നുമോന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. എന്തോ വിഷമം കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ, പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള ബുദ്ധിയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ രക്ഷിക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിപ്പിച്ച് കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ലതാക്കി തരണേ റബ്ബേ. നല്ല സ്വാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബേ. പടച്ച റബ്ബേ, നിനക്ക് മാത്രമേ റബ്ബേ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നീ തന്നെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ.
ചെറിയ മക്കളാണ് റബ്ബേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. ആ മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.